ഈ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. എതിരാളികൾ മറ്റൊരു കൊൽക്കത്തൻ ക്ലബ്ബായിട്ടുള്ള മോഹൻ ബഗാനാണ്. കാരണം പ്രീ ക്വാർട്ടറിൽ കൊൽക്കത്തൻ ജയൻസ് ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെ 2-0 എന്ന് പറയുന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. ഇവിടെ മോഹൻ ബഗാനാണ് ISL കപ്പും ഷീൽഡും ഒക്കെ വിൻ ചെയ്തിട്ട് വരുന്ന ടീമാണ്. പക്ഷേ മോഹൻ ബഗാന്റെ ഒരു മെയിൻ സ്ക്വാഡിലുള്ള ഒരുപാട് താരങ്ങൾ ഈ ഒരു സ്ക്വാഡിൽ ഇല്ല, പ്രധാന പരിശീലകനില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ISL വിൻ ചെയ്തിട്ടുള്ള ടീമിലെ 6 വിദേശ താരങ്ങളടക്കം ഒഴിവാക്കിയിട്ടുള്ള ഒരു സ്ക്വാഡിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടി ഇപ്പോൾ ഗോൾ കീപ്പറായിട്ടുള്ള ധീരജ് സിംഗ് ഉണ്ട്. ഇപ്പം മറ്റ് താരങ്ങളിലേക്ക് വരുന്ന സമയത്ത് ദീപേന്ദു വിശ്വാസ് ഉണ്ട്, ISL മത്സരങ്ങൾ കളിച്ചിരുന്നു. അതുപോലെ സഹൽ അബ്ദുൽ സമദ് ഉണ്ട്, ഗ്ലാൻ മാർട്ടിൻസ് ഉണ്ട്, ദീപക് താങ്കരി ഉണ്ട്, അഭിഷേക് സൂര്യവംശി ഉണ്ട്, അതുപോലെ ആഷിഖ് കുർണിയൻ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈസ്റ്റ് ബംഗാളിന്റെ ഒരു മെയിൻ സ്ക്വാഡിനെ നന്നായിട്ട് പൂട്ടി തന്നെയാണ് ആ ഒരു വിജയം സ്വന്തമാക്കിയത്. എസ്പെഷ്യലി അവരുടെ ഏറ്റവും പ്രധാന കരുത്ത് നമുക്കറിയാലോ, അവരുടെ അറ്റാക്ക് തന്നെയാണ്. അതിനെ പ്രതിരോധിക്കാൻ കൃത്യമായിട്ട് സാധിച്ചു. മിഡ്ഫീൽഡിലൊക്കെ ആ ഒരു ഡിഫൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു താരങ്ങളെ 11-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്ലാനായിരുന്നു. അത് ഡേവിഡ് കാറ്റ്ലയുടെ ആദ്യ മത്സരത്തിൽ തന്നെ വർക്കൗട്ട് ആയി എന്നുള്ളിടത്താണ് സൂപ്പർ കപ്പിന്റെ റൗണ്ട് ഓഫ് 16 ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ ഇൻ പേപ്പറിൽ വളരെ പിന്നിൽ ആണ് നിലവിലത്തെ ഈ ഒരു മോഹൻ ബഗാൻ സ്ക്വാഡെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ മോഹൻ ബഗാൻ എപ്പോഴും മോഹൻ ബഗാൻ തന്നെയാണ്. അവരുടെ മെന്റാലിറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് വേറെ തന്നെയായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പം ട്രെയിനിങ്ങിലൊന്നും പാർട്ടല്ലായിരുന്നു എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അപ്പം ആദ്യ 11-ൽ ഉണ്ടാകുമോ? കാരണം ഒരു ഷോർട്ട് നോട്ടീസിലാണല്ലോ അടുത്ത മത്സരമൊക്കെ വരുന്നത്. അപ്പം ഡൗട്ട്ഫുൾ ആണ് എന്നുള്ളതാണ്. എന്നാൽ ദീപക് താങ്കരി എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻ ബഗാന്റെ താരത്തിനും എന്തോ ഇഞ്ചുറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഭാഗത്ത് വന്നു അദ്ദേഹമായിരിക്കും ക്യാപ്റ്റൻ എന്നൊക്കെ ഉള്ളത്. അപ്പം അവൈലബിൾ ആകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്. പിന്നെ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾ മെഷീൻസ് ആയിട്ടുള്ള ഇപ്പം ജാമി മക്ലാറൻ, അല്ലെങ്കിൽ കമ്മിൻസ്, പെട്രട്ടോസ്, സ്റ്റുവർട്ട്, ലിസ്റ്റൺ, മൻവീർ തുടങ്ങിയിട്ടുള്ള താരങ്ങളൊന്നും അവൈലബിൾ അല്ല എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ അത്രയും കുറച്ച് പണിയെടുത്താൽ മതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ അവിടെ കളിക്കുന്നത് സുഹേൽ ഭട്ടാണ്. അദ്ദേഹം പറഞ്ഞല്ലേ RFDL അങ്ങനത്തെ ഡെവലപ്മെന്റൽ സ്കോഡിലുണ്ടായിരുന്ന പ്ലെയറാണ്. പിന്നെ ആഷിഖ് കുര്യൻ, അദ്ദേഹം ഭയങ്കര ഒരു സ്കോറിംഗ് പ്ലെയർ എന്ന ലെവലിലേക്ക് പറയാൻ പറ്റില്ല. പിന്നെ മലയാളി താരം തന്നെയായിട്ടുള്ള അദ്നാൻ, അദ്ദേഹവും പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെന്റൽ സൈഡിൽ നിന്നൊക്കെ വരുന്ന ഒരു പ്ലെയറാണ്. ഏറ്റവും കരുത്തുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിഡ്ഫീൽഡ് തന്നെയായിരിക്കും. ഇപ്പം സഹൽ അബ്ദുൽ സമദ് ഉണ്ട്, അതുപോലെ ഗ്ലാൻ മാർട്ടിൻസ് ഉണ്ട്, ദീപക് താങ്കരി ഉണ്ട്, അഭിഷേക് സൂര്യവംശി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള താരങ്ങൾ തീർച്ചയായിട്ടും മിഡ്ഫീൽഡിൽ കരുത്തായിരിക്കും. അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും നമുക്കിനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം മോഹൻ ബഗാനിലേക്ക് വരാം. ഗോൾ കീപ്പർ എന്ന നിലയിൽ ധീരജ് സിംഗിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ ന്യൂനോ റൈസ് ആൻഡ് ദീപേന്ദു വിശ്വാസ്, റൈറ്റിൽ രാജ് ബാസ്ഫോർ, ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അമൻദീപിനെയും, അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ദീപക് താങ്കരി, അഭിഷേക് സൂര്യവംശി ആൻഡ് സഹൽ അബ്ദുൽ സമദ്, അതുപോലെ അറ്റാക്കിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിൽ ആഷിഖ് കുർണിയൻ, റൈറ്റിൽ സലാഹുദ്ദീൻ അദ്നാൻ ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുഹേൽ ഭട്ട് എന്നീ താരങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലും കളിക്കുന്നുണ്ടാകുക. സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ ബികാഷ് ആൻഡ് മിലോസ്, റൈറ്റ് ബാക്കിൽ ഹോമിപാം, ലെഫ്റ്റ് ബാക്കിൽ നവാച്ച. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് ലഗാത്തോർ, വിപിൻ ആൻഡ് ഡാനിഷ് ഫറൂഖ് എന്നീ താരങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റിൽ ഐമൻ, റൈറ്റിൽ നോവ സദോയി ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്നതിൽ ഹെസൂസ് ഇമിനസിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞ പോലെ ലൂണയുടെ അഭാവത്തിൽ മിക്കവാറും ഐമൻ ആ ഒരു ചാൻസ് കിട്ടാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പം കഴിഞ്ഞ മാച്ചിലുള്ള ഒരു ഫോർമേഷൻ അല്ല ഞാൻ ഇത് പറഞ്ഞത്, അതിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അപ്പം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ഒരു 4-3-1-2 എന്ന ലെവലിലൊക്കെ വരാനാണ് സാധ്യത. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ഇലവൻ്റെ ഗണേശൻ സനിയ.